ബില്യനെയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം 100 കോടി സമ്പത്തുണ്ടാക്കുന്ന ഒരാളിൻ്റെ മാനസിക അവസ്ഥ, ആ രീതി നമ്മളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നാണ്. ഇപ്പം ഈ ഓർഗൻസ് ഒക്കെ, കിഡ്നി, ലിവർ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ 100 കോടി രൂപ അല്ലെ 100 കോടി ഡോളർ സമ്പത്തുണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുടെ, അല്ലെ അതിലും കൂടുതൽ, ബിൽഗേറ്റിനെ പോലെ, അല്ലെ മിത്തലിനെ പോലെ, അതല്ലെങ്കിൽ അസിം പ്രേംജിയെ പോലെ, മുകേഷ് അംബാനിയെ പോലെ, ഇവരുടെ മാനസിക ആ ഒരു ബ്ലൂ പ്രിന്റ്, ആ ചിന്താധാര, ചിന്താരീതി നമ്മളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, നമ്മുടെ മനസ്സിലേക്ക്. അപ്പൊ ഈ 21st സെഞ്ചുറിയിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം സക്സസ് ക്യാൻ ബി ട്രിപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ, വിജയിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടുപഠിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അയാൾ ചെയ്തുകൊണ്ടിരുന്ന രീതികളല്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാനായിട്ട് പഠിക്കുന്ന ആൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുന്നു, അതുപോലെ ഡോക്ടർ ആകാൻ പഠിക്കുന്ന ആൾ ഡോക്ടർ ആകുന്നു, എഞ്ചിനീയർ ആകാൻ പഠിക്കുന്ന ആൾ എഞ്ചിനീയർ ആകുന്നു, അതുപോലെ ലോയർ ആകാനായിട്ട് ശ്രമിക്കുന്ന ആള് ലോ പഠിക്കുന്ന ആള് ലോയർ ആകുന്നു എന്നതുപോലെ. അപ്പൊ ആ പഠിക്കുന്നതിന്റെ കൂടെ ആരെ പോലെ ആകണം എന്നൊരു രൂപം കൂടെ മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതുപോലെ ആകാനായിട്ട് പറ്റുന്നു. അപ്പൊ ഇത് മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു രൂപ, രീതി, അങ്ങനത്തെ ജീവിതം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ഷിപ്പുകളും, എല്ലാ പ്ലെയിനുകളും, എല്ലാ പാലങ്ങളും, എല്ലാ റോഡുകളും, എല്ലാ മെട്രോസും, ഈവൻ ബുള്ളറ്റ് ട്രെയിൻസും, ഇതെല്ലാം മനസ്സിൽ നിന്നാണ്. സ്മാർട്ട് ഫോണൊക്കെ മനുഷ്യന്റെ മനസ്സിൽ നിന്നും വന്നിട്ടുള്ളതാണ്. തോട്ട് ബിക്കം തിങ്സ്, നമ്മൾ ചിന്തിക്കുന്ന ആയിത്തീരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോടീശ്വരരുടെ ചിന്താധാര, ചിന്താരീതി, അവരുടെ മനസ്സിന്റെ ബ്ലൂ പ്രിന്റ് നമ്മളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ നമുക്ക് സക്സസ്ഫുൾ ആകാം. എന്തിനാണ് കോടീശ്വരനാകുന്നത്? അതുകൊണ്ടുള്ള കാര്യം എന്താണ്? ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ സമ്പത്തുണ്ടായി കോടീശ്വരനാകുന്ന ഒരാള് സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക സേവനമാണ്. ഗാന്ധിജി കൊടുത്തതുപോലെ, അല്ലെങ്കിൽ മദർ തെരേസ കൊടുത്തതുപോലെ അതിൽ നിന്നൊട്ടും കുറവല്ലാത്തൊരു സാമൂഹിക സേവനമാണ്. ഞാൻ എന്തുകൊണ്ടെന്ന് പറയാം. വേദങ്ങൾ പറയുന്നത് ധർമ്മത്തിലൂടെ അർത്ഥമുണ്ടാക്കിയാൽ അത് നല്ലതാണ്. നമ്മൾ ധർമ്മം പാലിച്ച്, നീതി പാലിച്ച്, നേരായ വഴിയിലൂടെ, നേരായ രീതിയിലൂടെ, സത്യത്തിലൂടെ മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുത്ത്, ഉപകാരം ചെയ്ത് നമ്മൾ പണം ഉണ്ടാക്കിയാൽ അത് ലോകത്തിനും അവനും വലിയൊരു നന്മയായിട്ടാണ് വേദങ്ങൾ പറയുക. ഫോർ എക്സാമ്പിൾ, ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന് UGC സ്കെയിൽ അനുസരിച്ച് 1,20,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരു തപസ്യയെ പോലെ പഠനത്തിൽ മുഴുവൻ കേന്ദ്രീകരിച്ച് അതെല്ലാം പഠിപ്പിച്ച് അനേകം കുട്ടികളെ ജീവിതത്തിന്റെ വലിയ വലിയ മേഖലയിലേക്ക് കടത്തിവിടുന്ന ആ മനുഷ്യൻ, ആ അധ്യാപകൻ ചെയ്യുന്നത്, അദ്ദേഹം നേടുന്ന പണം ധർമ്മത്തിന്റെ പണമാണ്, നന്മയുടെ പണമാണ്. ഇറ്റ്സ് എ ഗുഡ് മണി. അതുപോലെ തന്നെ നമ്മളൊരു കോഴ്സിന് പോവുകയാണ്, ബില്യനെയർ മൈൻഡ് സെറ്റ് പോലൊരു കോഴ്സിന് പോവുകയാണ്. നമ്മൾ അതിന് ഫീസ് കൊടുത്ത്, അപ്പോൾ ഹോട്ടൽസിന്, 5 സ്റ്റാർ ഹോട്ടൽസിനും ഒക്കെ എക്സ്പെൻസ് പോകുന്നുണ്ട്, മെറ്റീരിയൽസിനും ഒക്കെ ആയിട്ട് കോഴ്സ് ഫീസ് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അത് കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്, നമ്മൾ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 ലക്ഷം രൂപയുടെയോ ഇല്ലെങ്കിൽ 100 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, നേട്ടം, ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ നേടുന്ന പണം, ആ വാങ്ങുന്ന പണം, 1 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നന്മയുടെ പണമാണ്, ധർമ്മത്തിന്റെ പണമാണ്. അതേസമയത്ത് നേരെ മറിച്ച് 1 ലക്ഷം രൂപ നമ്മൾ, 2 ലക്ഷം രൂപ, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് നമ്മളൊരു കോഴ്സ് പഠിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, തിരിച്ചു കിട്ടുന്നത് 10,000 രൂപയുടെ പോലും നേട്ടമില്ല. അത് വെറും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്ത് ഒഴുകിപ്പോയതുപോലെ എന്തൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ, ജൽപ്പനങ്ങൾ മാത്രമായിട്ടാണ് ഓർത്തിരിക്കുന്നതെങ്കിൽ, നമ്മൾ എന്റർടൈൻ ചെയ്തത് മാത്രമാണ്, നമുക്ക് ഹോപ്പ് തന്നത് മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ആ നേടിയ പണം തീർച്ചയായിട്ടും അധർമ്മത്തിന്റെ പണമാണ്. ഇറ്റ്സ് കോൾഡ് ബാഡ് മണി. ഒരു കോളേജ് അധ്യാപകൻ, അദ്ദേഹം സമരത്തിനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ നടത്താനും ഒക്കെ ആയിട്ട് പോവുകയാണ്. അദ്ദേഹം കുട്ടികളുടെ കാര്യത്തിൽ പോർഷൻസ് തീർക്കുന്നില്ല, കുട്ടികളുടെ ജീവിതം രക്ഷപ്പെടുത്താനായിട്ട് അദ്ദേഹം ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ശമ്പളം മാത്രം വാങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹം വാങ്ങുന്ന പണം അധർമ്മത്തിന്റെ പണമാണ്. അതിന് ബാഡ് മണി എന്ന് പറയാം. അപ്പോ വേദങ്ങളിൽ പറയുന്നത് എപ്പോഴും നന്മയുടെ പണം, അതായത് ധർമ്മത്തിലൂടെ എത്ര സമ്പത്തുണ്ടാക്കിയാലും, എത്ര 1000 കോടി ഉണ്ടാക്കിയാലും അതൊരു നന്മയാണ്. എന്തുകൊണ്ട്? നമുക്ക് ആ പണം കൊണ്ട്, നമ്മുടെ സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സുഹൃതം ചെയ്യാൻ പറ്റും, പുണ്യം ചെയ്യാൻ പറ്റും.
ഇപ്പോ ഏത് പുണ്യവാളനെ എടുത്താലും ഒരു ശകലം പോലും മിസ്റ്റേക്ക് വരാത്ത, തെറ്റില്ലാത്ത ആരെയും നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ അറിവ് കുറവും കൊണ്ട്, അറിവിന്റെ ഗ്യാപ്പ് കൊണ്ട് നമ്മളൊരു 50 കിലോ സിൻ ചെയ്തിട്ടുണ്ട്, തിന്മ ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്, അധർമ്മം ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾ നമ്മൾ അങ്ങനെ ആക്കിയതാണ്. നമുക്ക് എന്തായാലും അത് ഇല്ലാതാക്കാൻ ഇനി പറ്റത്തില്ലല്ലോ, മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്കൊരു 500 കിലോ, 5000 കിലോ, 50,000 കിലോ സുഹൃതം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, നന്മ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, പുണ്യം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന ഏത് സ്വർഗമോ, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം ഒക്കെ സ്വർഗത്തിലാണ് പറയുക. നമ്മൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്, സ്വർഗത്തിൽ പോകാം. ആൻഡ് ഹിന്ദു ഫിലോസഫി അനുസരിച്ച് നമ്മൾ നല്ലൊരു ജന്മം വീണ്ടും കിട്ടുക, ഒരു പുനർജന്മം കിട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള, ഏറ്റവും സന്തോഷകരമായ, സ്വർഗീയമായ ഒരു ജീവിതത്തിലേക്കായിരിക്കും അടുത്ത ലൈഫ് കിട്ടുന്നതെന്നാണ്. അപ്പൊ ഇപ്പൊ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ഒത്തിരി സുഹൃതം ചെയ്താൽ മതി, ഒരുപാട് സുഹൃതം ചെയ്യാനായിട്ട്. അപ്പൊ ഈ പണം ഉണ്ടാക്കുന്നത് നമ്മുടെ ആഹാരം കൂടുതൽ കഴിക്കാനോ, നമ്മുടെ ശാരീരിക സുഖത്തിനോ, നമ്മുടെ ഈഗോ വളർത്താനും വേണ്ടി ആയിരിക്കരുത്. നമ്മൾ അത് കൊടുത്തിട്ട് സുഹൃതം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അപ്പൊ സുഹൃതം ചെയ്യാനുള്ള ഇന്ധനമായിരിക്കണം, നന്മ ചെയ്യാനുള്ള ഇന്ധനമായിരിക്കണം പണം കൂടുതൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അസിം പ്രേംജി, അദ്ദേഹം ഏതാണ്ട് 1,10,000 കോടി രൂപയോളം സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. സൂര്യകാന്തി എണ്ണ വിറ്റും, സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും മെഡിക്കൽ എക്യുപ്മെന്റ്സും ഒക്കെ വിറ്റ് അദ്ദേഹം വലിയ 1,10,000 കോടി രൂപ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇതിൽ നിന്നും 12,500 കോടി രൂപ കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട് കൊടുത്ത് സ്ട്രീറ്റിൽ അലയുന്ന കുട്ടികളെയും ആരും ഇല്ലാത്തവരെയും ഒക്കെ എടുത്ത്, അനാഥ കുട്ടികളെയൊക്കെ എടുത്ത് പഠിപ്പിച്ച് ഡോക്ടർമാരും എഞ്ചിനീയർമാരും പൈലറ്റും ജഡ്ജസും ഒക്കെ ആക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ട് അങ്ങനെ ലക്ഷക്കണക്കിന് കുട്ടികൾ അദ്ദേഹത്തിന്റെ 12,500 കോടി രൂപയിലൂടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പണം മുഴുവൻ അദ്ദേഹത്തിന് സുഹൃത്തത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സുഹൃത്തം ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാ സ്ഥലത്തും കാണാം. ഇപ്പൊ GD ബിർളയുടെ പണം, ഗാന്ധിജിക്ക് ഒരുപാട് സഹായമായിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര കാലത്ത്. അതുപോലെ തന്നെ അബ്ദുള്ള ആൻഡ് സൺസിന്റെ പണം, അപ്പൊ അദ്ദേഹത്തിന്റെ ഫണ്ട് കൊണ്ടാണ് ഗാന്ധിജിക്ക് ആഫ്രിക്കയിൽ പോകാനും സൗത്ത് ആഫ്രിക്കയിൽ പോകാനും പല കാര്യങ്ങൾ നടത്താനും അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തതും ഒക്കെ അബ്ദുള്ള ആൻഡ് സൺസിന്റെ ആ കമ്പനിയുടെ പണം കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ എടുക്കാം, സ്വാമി വിവേകാനന്ദന് അമേരിക്കയിൽ പോകാനായിട്ട് സാമ്പത്തിക സഹായം ചെയ്തതിൽ ഒരാള് മൈസൂർ മഹാരാജാവാണ്. ഡോക്ടർ അംബേദ്കർക്ക് അമേരിക്കയിൽ പോയി പഠിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച്, അതുപോലെ തന്നെ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും മനോഹരമായ ലോകത്തിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ സാമ്പത്തികമായിട്ട് സഹായിച്ചത് ബറോഡ മഹാരാജാവായ സഹജി റാവു ആണ്. നമ്മുടെ മലയാളത്തിന്റെ വളരെ ആരാധ്യനായ പുരുഷനായ ശ്രീ KR നാരായണൻ, അദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാനായിട്ട് സഹായിച്ചത് ടാറ്റയാണ്. അപ്പൊ നമ്മൾ ഈ പണം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടല്ല, അത് സുഹൃതം ചെയ്യാൻ പറ്റിയ സ്ഥലത്തെല്ലാം സുഹൃതം ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ടാറ്റയുടെ പണം കൊടുത്ത് KR നാരായണനെ പോലെ ഒരാളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും വലിയ നിലയിലേക്ക്, വലിയ രീതിയിലേക്ക് അദ്ദേഹത്തിന് ഒരുപാട് സുഹൃതം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ സുഹൃതം ആർജിക്കാനായിട്ട്, അപ്പൊ ഇസ്ലാം പറയുക സമ്പത്തെല്ലാം അള്ളാഹുവിൻ്റെതാണ്, നമ്മൾ അതിന്റെ കാര്യസ്ഥന്മാരാണ്, അതിന്റെ മാനേജർമാരാണ്, ഒരു ട്രസ്റ്റിയെ പോലെയാണ്. അപ്പൊ മറ്റുള്ളവർക്ക് ആവശ്യത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സുഹൃതം ചെയ്യാനായിട്ട് ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ സമ്പത്ത് ആർജിക്കേണ്ടതെന്നാണ് ഇസ്ലാം പറയുക. വളരെ ശരിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സമ്പത്ത് ആർജിക്കൽ ഒരു പുണ്യമായിരിക്കണം. അപ്പൊ ആ പുണ്യം ചെയ്യാനായിട്ടായിരിക്കണം. അപ്പൊ അതിനൊരു വഴി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ വഴി നമ്മൾ അറിഞ്ഞിട്ട് ആ വഴിയിലൂടെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും, അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി പറയുക, ഈ അറിവ് ആർജിക്കാത്തതിന്റെ ശിക്ഷയാണ് ദാരിദ്ര്യം. നമ്മൾ അറിവ് ആർജിച്ചിട്ടില്ല, അതിന്റെ ശിക്ഷയാണ്. ഇപ്പൊ നമുക്ക് കാണാം, ഇപ്പോഴും കർഷകര് പുതിയ ഒരുപാട് റെയിൻ ഫെഡ് ഫാമിംഗ് ഉണ്ട്, അതല്ലെങ്കിൽ അക്വ ഫാമിംഗ് ഉണ്ട്, അതും അല്ലെങ്കിൽ ഹൈഡ്രോഫോണിക് പോളി ഹൗസിലുള്ള ഫാമിംഗ് ഉണ്ട്, അക്വാഫോണിക്സ് ഉണ്ട്. ഇതൊന്നും ചെയ്യാതെ, അതല്ലെങ്കിൽ ബ്ലൂ ഫാമിംഗ് ഉണ്ട്, ഇങ്ങനെയുള്ള ഫാമിങ്ങുകളൊന്നും ഉപയോഗിക്കാതെ അവര് പഴയ ട്രഡീഷണൽ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് നഷ്ടമുണ്ടാകും. ഇപ്പൊ ഒരു പാൽ കച്ചവടം നടത്തുന്ന, അല്ലെങ്കിൽ പാൽ കൃഷി ചെയ്യുന്ന ആള്, പശുവിനെ കൃഷി ചെയ്ത് പാല് കറന്നു കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണക്ക് കൂട്ടുന്നില്ല. ആ പശുവിന്റെ വിലയുടെ ഇൻട്രസ്റ്റ്, ആ സ്ഥലത്തിന്റെ വാടക, അവരുടെ എഫർട്ടിന്റെ പൈസ, അതിന് നോക്കുന്ന ആൾക്കാരുടെ, അതിന് കൊടുക്കുന്ന തീറ്റ, ആഹാരം, അതിന്റെ ചെലവുകൾ, പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, മറ്റൊരു ജോലി ചെയ്യുമായിരുന്നു അവർ ഏൺ ചെയ്യാവുന്നതിലുണ്ടാകുന്ന മൂല്യനഷ്ടം, ഇതെല്ലാം കൂട്ടുമ്പോൾ 1 ലിറ്റർ പാൽ നമുക്ക് 80 രൂപയ്ക്ക് താഴെ കൊടുക്കുകയാണെങ്കിൽ ആ കർഷകനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ഗ്രോത്താണ് ഉണ്ടാകുന്നത്. അതിന്റെ ഫലമായിട്ട് അവരെങ്ങും എത്താതെ പോകുന്നു. എല്ലാ 5 വർഷം 10 വർഷം കഴിയുമ്പോഴത്തേക്ക് അവരുടെ അസറ്റിൽ ഭയങ്കരമായ ശോഷണം സംഭവിച്ച് ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു.
എന്തുകൊണ്ടാണ്? ആ സമയത്ത് ഈ പാലുകൾ അവർ കറന്നിട്ട് അതുകൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള മെത്തേഡ്, രീതികൾ ഒരാഴ്ച കൊണ്ട് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. 1 ലിറ്റർ പാലിൽ നിന്ന് അവർക്ക് തീർച്ചയായിട്ടും 100 രൂപ ഉണ്ടാക്കാനായിട്ട് കഴിയും. അത് മാലിന്യമില്ലാത്ത, കലർപ്പില്ലാത്ത നല്ല ഐസ്ക്രീം, നല്ല ടേസ്റ്റിൽ. അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം അവിടെ ചുറ്റുപാടുകളിൽ വിതരണം ചെയ്യാം. അതല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, ഇപ്പൊ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഇപ്പൊ ലോകത്തെപ്പാടും ഉണ്ട്. 100 ഇരട്ടി ടേസ്റ്റ് ഉള്ള. ഇപ്പൊ ഊട്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് അതിന്റെ ബിസിനസ് വളരെ ധാരാളമുണ്ട്. അത് ഈ ഒരാഴ്ച കൊണ്ട് ഒരു കുടുംബത്തിന് പഠിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാതെ വാല്യൂ അഡീഷൻ, റബ്ബർ വെട്ടി അതിന്റെ പാല് ഷീറ്റ് ആയിട്ട് കൊടുക്കുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് പോയി മൂല്യവർദ്ധിതം നടത്തിയിട്ട് അതിൽ നിന്നും ധാരാളം പണം ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ വേറെ. പക്ഷെ നമ്മളിവിടെ റബ്ബറിന് വില കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ വില കൂടെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഷീറ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് പകരം അതുകൊണ്ടൊരു പ്രൊഡക്റ്റ് ആക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പൊ അതിനുള്ള അറിവ് ആർജിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്നൊരു കാര്യം, സമ്പത്ത് നേടുന്നത്, ഒരുപാട് സമ്പന്നൻ ഒരു ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതിന് തുല്യമാണ് സ്വർഗത്തിൽ ചെല്ലുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നൻ പിഴച്ചു പോകാനുള്ള, നശിച്ചു പോകാനുള്ള, ദുർമാർഗിയായി തീരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടെന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ജീസസ് തന്നെ സമ്പന്നരുടെ വീട്ടിൽ പോയി ആഹാരം കഴിച്ച ഭാഗങ്ങൾ നമുക്ക് ബൈബിളിൽ വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ മാത്യുവിന്റെ സുവിശേഷം 25 അത് പറയുന്നത്, ഒരു രാജാവ് ദേശാടനത്തിന് പോകുന്നതിന് മുമ്പ് ഒരു ഭൃത്യന്റെ കയ്യിൽ 5 താലന്ത് കൊടുത്തു. 1 താലന്ത് 3 മാസത്തെ ശമ്പളത്തിന്റെ ഏതാണ്ട് തുക വരും. ഒരാൾക്ക് 2 താലന്ത് കൊടുത്തു, ഒരാൾക്ക് 1 താലന്ത് കൊടുത്തു. ഇത് വർദ്ധിപ്പിച്ച് നിങ്ങൾ എന്താണ് ചെയ്തോളാൻ പറഞ്ഞു. അദ്ദേഹം ദേശാടനം കഴിഞ്ഞ് വന്നപ്പോൾ 5 കൊടുത്തവൻ അത് 10 ആക്കി വെച്ചു. 2 കിട്ടിയവനെ 4 ആക്കി വെച്ച് കച്ചവടം ചെയ്തു. 1 കിട്ടിയവൻ തുണിയിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ട് കണിശക്കാരനായ യജമാനൻ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 5 10 ആക്കിയവന് വളരെ കാര്യത്തോടു കൂടി അദ്ദേഹത്തെ 5 ദേശങ്ങളുടെ ചാർജ് കൊടുക്കുകയും 2 4 ആക്കിയവന് 4 പട്ടണങ്ങളുടെ ഇൻചാർജ് കൊടുക്കുകയും. കാരണം നിങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നവരാണ്, നിങ്ങൾ ജനത്തിന് ക്ഷേമം ചെയ്യാൻ കഴിയും. 1 കൊണ്ട് കുഴിച്ചിട്ടവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് 5 10 ആക്കിയവന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇത് വർദ്ധിപ്പിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് 1 കൊണ്ട് കുഴിച്ചിട്ടവനോട് പറഞ്ഞു, ഈ പ്രദേശത്ത് കണ്ടേക്കരുത്, എനിക്കിനി നിന്നെ കണ്ടുകൂടാ, ഈ പ്രദേശത്തെ കാണരുതെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ചെയ്യുന്നതാണ്, വർദ്ധിപ്പിക്കുന്നതിന് വീണ്ടും 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 കൊടുക്കും. അപ്പൊ ഈ സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ ഒരു ആത്മീയതയുണ്ട്. അത് ആ പണം നല്ല രീതിയിൽ ഉണ്ടാക്കി നല്ല മാർഗത്തിന് വേണ്ടി, നല്ല നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ നന്മ തന്നെയാണ്. ഒരു സോഷ്യൽ സർവീസാണ്, സമൂഹത്തിന് സേവനമാണ്. പിന്നെ വേറൊരു കാര്യം നമുക്കെടുക്കാം. ഇന്നിപ്പം നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുന്ന ഏത് മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാലും 1 കോടി രൂപ ഉണ്ടാക്കുന്ന ആൾ അതിന്റെ 1/3 ഇൻകം ടാക്സ് കൊടുക്കണം. അത് കോർപ്പറേറ്റ് ടാക്സ് ആയിട്ടാണെങ്കിലും ശരി, ഇൻഡിവിജ്വൽ പേഴ്സണൽ ഇൻകം ടാക്സ് ആയിട്ടാണെങ്കിലും ശരി. നമ്മൾ എന്തെങ്കിലും ഇറക്കുമതി ചെയ്യുമ്പോഴത്തേക്കും ഇന്നിപ്പം 29% അതിന് കസ്റ്റംസ് തീരി കൊടുക്കണം. പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ 6 മുതൽ 12% വരെ എക്സൈസ് ഡ്യൂട്ടി കൊടുക്കണം. ഇതുകൂടാതെ 14% നമുക്ക് സെയിൽ ടാക്സ് ആയിട്ട്, വാറ്റായിട്ട് കൊടുക്കണം. അതുകൂടാതെ നമ്മൾ 15% സർവീസ് ടാക്സ് കൊടുക്കണം. ഇങ്ങനെ വേറെ ഒരു അനവധി ഇതുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൊടുത്തു വരുമ്പോഴേ നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ 50% ഗവൺമെന്റിൽ എത്തുന്നു. 50% അതിൽ കൂടുതൽ ഗവൺമെന്റിൽ എത്തുന്നു. ആ പണം കൊണ്ടാണ് ഈ രാഷ്ട്രത്തിൽ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഉപാധി സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദരിദ്രനായി ജനിക്കുക എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ താഴ്ന്ന സമൂഹത്തിൽ, താഴ്ന്ന വർഗത്തിൽ, താഴ്ന്ന ജാതിയിലൊക്കെ ജനിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ പുണ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ദരിദ്രനായി മരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ കുറ്റം കൊണ്ട് തന്നെയാണ്. അപ്പൊ ദരിദ്രനായി നമ്മൾ മരിക്കാൻ പാടില്ല. എന്നും നമ്മൾ ജീവിച്ച ഈ ദേശത്ത് നമ്മുടേതായ ഒരു സിഗ്നേച്ചർ, ഒരു 100 വർഷമെങ്കിലും ഇരിക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലെഗസി, ഒരു പൈതൃകം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ ഈ സമ്പത്ത് എന്ന് പറയുമ്പോൾ സമ്പത്തിനെ നമ്മൾ തിരസ്കരിക്കുകയല്ല വേണ്ടത്, പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 വേൾഡ് ഉണ്ട്. ഒന്ന് ഇന്റേണൽ വേൾഡും 2 എക്സ്റ്റേണൽ വേൾഡും. ഇന്റേണൽ വേൾഡിൽ സമ്പത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ വേൾഡിൽ സമ്പത്ത് ഉണ്ടാവും. ഇന്റേണൽ വേൾഡ് നമുക്ക് സമ്പത്തില്ല, ദാരിദ്ര്യമാണ്, കടമാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ വേൾഡ് നമുക്ക് തീർച്ചയായിട്ടും കടം ഉണ്ടാവും.